എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മൾ ഇന്ന് മാർച്ച് 1-ാം തീയതി നമ്മൾ അവതരിപ്പിച്ച പ്രോഗ്രാമിന് ശേഷം അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള 2ാം ഭാഗത്തിലേക്ക് കരിയർ ഗൈഡൻസിന്റെ കടക്കുകയാണ്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ സ്റ്റഡി സ്കിൽസ് ആൻഡ് ടൈം മാനേജ്മെന്റ് ഫോർ അക്കാഡമിക് സക്സസ് എന്നുള്ള വിഷയത്തിൽ നമ്മൾ വളരെ മികച്ചതായിട്ടുള്ള ഒരു സെഷൻ നമ്മൾ കണ്ടു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ എമർജിംഗ് കരിയേഴ്സ് ആൻഡ് ഫ്യൂച്ചർ ജോബ് ട്രെൻഡ്സ് എന്നുള്ള രീതിയിൽ ഉള്ള ആദ്യത്തെ പഠന സംബന്ധിയായിട്ടുള്ളതാണെങ്കിൽ ഇന്ന് കുറച്ചും കൂടി ഒരു അപ്ലിക്കേഷൻ പെർസ്പെക്റ്റീവില് ജോലി സാധ്യതകളെ കുറിച്ചിട്ടുള്ള മേഖലയാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾക്ക് ഇത് അറിവ് പകർന്നു തന്ന ലക്ഷ്മി രാജീവൻ എന്നും നമ്മുടെ കൂടെ ഉണ്ട്. ലക്ഷ്മി രാജീവനെ കുറിച്ച് ഒരു 2 വാക്ക് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദുബായിൽ കരിയർ ഗൈഡൻസ് മേഖലയിൽ തന്നെയാണ് 10 വർഷത്തിലേറെയായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി ഒരു എഞ്ചിനീയർ ആണെങ്കിലും പിന്നീട് പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ കരിയർ ഡെവലപ്മെന്റ് എഡിൻബറോ യൂണിവേഴ്സിറ്റി UK നിന്ന് നേടിയിട്ടുണ്ട്. ദുബായിൽ ജുമൈറ വില്ലേജ് സർക്കിളിൽ താമസിക്കുന്നു. നാട്ടിൽ കോട്ടയം നാരായണമംഗലം ഇല്ലത്ത് നിന്ന് മാരീഡ് ടു രാജേഷ്, തിരുവല്ല കൊളംബകത്തു മഠം. ഒരിക്കൽ കൂടി ലക്ഷ്മിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പരിപാടിയിൽ യോജിച്ചിട്ടുള്ള എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലക്ഷ്മി. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറച്ചുപേരെങ്കിലും കഴിഞ്ഞ പ്രാവശ്യ സെഷനിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവും, മീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇല്ലാത്തവർക്ക് ഒരിക്കൽ കൂടി ഞാൻ ഇൻട്രൊഡക്ഷന് നന്ദി ശ്രീനിയേട്ട. ഞാൻ ലക്ഷ്മി. ഞാൻ ദുബായിൽ ഒരു സ്കൂളിൽ കരിയേഴ്സ് അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സെഷൻ സ്റ്റഡി സ്കിൽസിനെ കുറിച്ചായിരുന്നു. അത് കുറച്ചും കൂടി സ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്ക്, അത് എക്സാം സീസൺ ആയിരുന്നു. മാർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം ഒരു ചൂടിൽ നിൽക്കുന്ന സമയത്ത് അതായിരുന്നു കുറച്ചും കൂടി ഒരു ആപ്റ്റ് ആയിട്ടുള്ള സെഷൻസ്. അപ്പൊ അതൊന്നും നമ്മളത് ചെയ്തു. ഇന്ന് അതിൻ്റെ ഒരു തുടർച്ച എന്നോണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട്, ഇത് ഞാൻ ഡേ ടു ഡേ ചെയ്യുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഒരു സ്കോപ്പ് ഓഫ് വർക്ക് കൂടുതലും ഹൈസ്കൂൾ കുട്ടികളായിട്ടാണ്. എങ്കിലും ഈ സെഷനിൽ നിന്ന് കുറച്ച് ഒരു കോളേജ് ലെവൽ അല്ലെങ്കിൽ ഒരു ഏർലി കരിയർ ലെവലിലുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ വർക്കിംഗ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയതിനാൽ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ ഇതിൽ കയറി വരും. അത് ഒരു മനഃപൂർവ്വം ചെയ്യുന്ന, അല്ലാതെ അങ്ങനെ വന്നു പോകുന്നതാണ്. എന്തെങ്കിലും ആർക്കെങ്കിലും എവിടെയെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ നിർത്തിക്കാം, വീണ്ടും നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ ടുവേർഡ്സ് ദ എൻഡ് നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലൂടെ എന്ത് സംശയം ഉണ്ടെങ്കിലും അത് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് TVSRCക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എമർജിംഗ് കരിയേഴ്സ് ആൻഡ് ഫ്യൂച്ചർ ജോബ് ട്രെൻഡ്സ് ആണെങ്കിലും അതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് എന്തിന് നമ്മൾ ഇപ്പോൾ ഒരു കരിയർ പ്ലാനിങ്ങിനെ പറ്റി സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന പല പേരൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മിഡ് കരിയർ ലെവലിലുള്ള പലരും ചിന്തിക്കും, ഞാൻ ഒരു കരിയറും പ്ലാൻ ചെയ്തില്ല, പക്ഷെ ഇന്ന് ഞാനൊരു നല്ലൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാനൊരു ഗോയിങ് വിത്ത് ഫ്ലോ ആയിരുന്നു, എന്നിട്ട് ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് ഈ ജനറേഷൻ കരിയർ പ്ലാനിങ്ങിനെ പറ്റി ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്നു. ഇത് കോമൺലി വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഇരുന്ന് എഴുതി ഉണ്ടാക്കി ഒരു പ്ലാൻ ഉണ്ടാക്കി അത് പ്രകാരം റെസ്റ്റ് ഓഫ് അവർ ലൈഫ് ജീവിക്കുന്നതല്ല കരിയർ പ്ലാനിങ്. ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക, നമ്മളെ നന്നായി അറിയുക. നമ്മളെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റിയ ഫീൽഡുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഫീൽഡുകളിലൂടെ നമ്മുടെ കരിയർ പ്രോഗ്രഷൻ ഫാസ്റ്റർ ആയിരിക്കും. ഒരുപാട് കൺഫ്യൂഷൻ അല്ലെങ്കിൽ സ്ട്രെസ്, ഫ്രസ്ട്രേഷൻ, നമുക്ക് താല്പര്യമില്ലാത്തൊരു ജോലി മേഖലയിൽ എൻഡ് ഓഫ് ദ മന്ത് കിട്ടുന്ന സാലറിക്ക് വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ അതുപോലെ താല്പര്യത്തോടു കൂടി അവരവരുടെ ഫീൽഡ് കണ്ടുപിടിച്ച് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ വേറെയുമുണ്ട്. അപ്പോ ഈ
ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ടൂൾസ് ആൻഡ് റിസോഴ്സസ് ഉണ്ട് നമുക്ക് പറ്റിയ ഒരു കരിയർ ചോയ്സ് കണ്ടുപിടിക്കാൻ. അപ്പോൾ അതുള്ളപ്പോൾ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ആൻഡ് ഫൈൻഡ് ദ ബെസ്റ്റ് കരിയർ ഫോർ us. ഓക്കെ, കരിയർ ചോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു പിൻ പോയിന്റ് ചെയ്ത് ഓക്കെ ഈ ഒരു പൊസിഷനിൽ ഈ ഒരു കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്യും എന്നുള്ളതല്ല കരിയർ ഐഡന്റിഫിക്കേഷന്റെ പേർപ്പസ്. ഇറ്റ്സ് മെയിൻലി ഏത് ഫീൽഡിൽ ആണ് ഐ ആം ബെസ്റ്റ് സൂട്ടഡ് ഫോർ അത് ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, സ്ക്രീനിൽ കാണുന്ന പോയിന്റ്സിന്റെ ഒരു നട്ട്ഷെല്ലിൽ പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് കരിയർ ഏർലി ഓൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ യുവർ കരിയർ ഹാപ്പിനെസ് വുഡ് ബി മോർ. പിന്നെ ലേറ്റർ ഓൺ കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ, ഞാനൊരു എന്താ പറയാണ് ഗോയിങ് വിത്ത് ദ ഫ്ലോ, എൻ്റെ ഫാമിലി പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, I've seen the world moving towards technology, so എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഓക്കെ ഇറ്റ്സ് ദ ഫ്യൂച്ചർ, അപ്പൊ ഞാനത് പഠിക്കാം എന്നൊരു ഡെസിഷൻ എടുക്കുന്നതിനോട് ഞാൻ എഗ്രി ചെയ്യുന്നില്ല. ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് ടെക്നോളജി, ഒരുപാട് ഫീൽഡുകളുണ്ട്. അതിനെപ്പറ്റിയുള്ള ഒരു നല്ല അവയർനെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ് ഫീൽഡ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഓൾസോ ഇപ്പോൾ ഉള്ള ഒരു ജെൻസി അല്ലെങ്കിൽ ജെൻ ആൽഫ കാറ്റഗറിയിലുള്ള പലരും ഒരു ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു വേൾഡിൽ യു ഡോണ്ട് നോ വാട്ട് ജോബ്സ് are going to even come up. Okay, so you're preparing for an unknown world. അപ്പോൾ this is very important. Okay, ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പലപ്പോഴും ഒരു കരിയർ ചൂസ് ചെയ്യണമെന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് യു ഹാവ് സ്റ്റാർട്ടഡ് ദ എക്സ്പ്ലോറേഷൻ. സോ ദാറ്റ്സ് ദ മെയിൻ പാർട്ട്. Now we are moving on to എന്താണ് എമർജിങ് കരിയേഴ്സ് അല്ലെങ്കിൽ വാട്ട് ആർ ദ കരിയേഴ്സ് ഓഫ് ദ ഫ്യൂച്ചർ. എങ്ങനെ ഒരു കറക്റ്റ് കരിയർ കണ്ടുപിടിക്കാം? ഞാൻ ഇന്ന് 2 മേജർ ടോപ്പിക്സ് ആണ് ഈ സെഷനിൽ കമ്പൈൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഇസ് ഹൗ കെൻ യു ഐഡന്റിഫൈ യുവർ ബെസ്റ്റ് ഫിറ്റ് കരിയർ. അല്ലാതെ ജനറലി ഓക്കെ വാട്ട് ദ വേൾഡ് ഇസ് ടോക്കിംഗ് അബൌട്ട് അല്ലാണ്ട് എനിക്ക് എന്ത് സൂട്ട് ആവും എന്നറിയാം. ഓക്കെ, ഈ 4 പോയിന്റ്സും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. യു നീഡ് ടു ഐഡന്റിഫൈ യുവർ പേഴ്സണാലിറ്റി ടൈപ്പ്, നമ്മുടെ സ്ട്രെങ്സ്, നമ്മുടെ വാല്യൂ സിസ്റ്റം, നമ്മുടെ വർക്ക് എൻവയോൺമെന്റ് പ്രിഫറൻസസ്. ഇങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നാച്ചുറലി വയേർഡ് ഫോർ സർട്ടൺ പ്രൊഫഷൻസ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രത്യേകം ഒരു ടീച്ചറിനെ, നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറെ ഓർത്തിരിക്കാൻ സാധിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു കൊളീഗ് യു മെറ്റ് ഇൻ വർക്ക്, നമ്മളപ്പോൾ മനസ്സിലോർക്കും ഇപ്പോൾ ഹി ഓർ ഷീ ഈസ് മെന്റ് ഫോർ ദിസ് ജോബ്. അങ്ങനെ ഒരു ഫീലിംഗ് അവർക്ക് നമുക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് നാച്ചുറലി എന്താണോ ഈസിലി വരുന്നത് ആ ഫീൽഡിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അത് ബൈ ചാൻസ് വന്നവരുണ്ടാവാം, പ്ലാൻ ചെയ്ത് വന്നവരുണ്ടാവാം. പക്ഷെ അത് കണ്ടുപിടിക്കാനുള്ള ഒരു എഫേർട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കരിയർ ലൈഫും സിമിലർ വേയിലായിരിക്കും. ഓക്കെ, ഈ ലാസ്റ്റ് പോയിന്റിൽ ഞാൻ കുറച്ച് ഫോക്കസ് ചെയ്യാണ്, പേഴ്സണാലിറ്റി ടൈപ്പ് ആൻഡ് വർക്ക് പ്രിഫറൻസ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ നമുക്ക് ഡിഫറെന്റ് സൈക്കോമെട്രിക് ടെസ്റ്റ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൂൾസ് ഉണ്ട്. ഓഫ് കോഴ്സ് ഓരോ സ്ഥലത്തെയും റിസോഴ്സസും അവൈലബിലിറ്റിയും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു 10 കൊല്ലത്തിനിടയ്ക്ക് ഞാൻ കണ്ടതാണ് പല കുട്ടികളും അവരാദ്യം ഇനിഷ്യലി ഒരു മീറ്റിങ്ങിന് വരുമ്പോൾ അവരുടെ മൈൻഡിലുള്ള ഐഡിയയും നമ്മളൊരു സൈക്കോമെട്രിക് ടെസ്റ്റിലൂടെ ഐഡന്റിഫൈ ചെയ്ത് ഒരു ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞ് അവർക്ക് കുറച്ച് ഇൻസൈറ്റ്സ് കൊടുത്ത് അവർ ചൂസ് ചെയ്യുന്ന ഫീൽഡിൽ അവർ എക്സൽ ചെയ്യുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അപ്പോൾ അവർ തിരിച്ചു വന്നിട്ട് പറയാറുണ്ട് ദാറ്റ് ഹെൽപ്ഡ് മീ. അപ്പോൾ ഐ എം ഷുവർ ഇഫ് യു റിയലി ടേക്ക് ദാറ്റ് എഫേർട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ ഡിഫറെന്റ് പേഴ്സണാലിറ്റി ഐഡന്റിഫൈയിങ് ടൂൾസ് ഉണ്ട്. അപ്പോൾ ഒരു വൺ പേഴ്സണാലിറ്റി സ്റ്റാൻഡ്സ് ഔട്ട് ഓവർ അതേഴ്സ് എന്നൊരു ആസ്പെക്ട് ഇല്ല. നമ്മൾ എല്ലാവരും മിക്സ് ഓഫ് ഡിഫറെന്റ് പേഴ്സണാലിറ്റി ടൈപ്സ് ആണ്. പക്ഷെ ചില ഡോമിനന്റ് ട്രേറ്റ്സ് കാണാം. സോ എന്നെ സംബന്ധിച്ച് പീപ്പിൾ സ്കിൽസ് എൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് ആണ്. അത് ഞാൻ ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. പക്ഷെ വൺസ് ഐ ഐഡന്റിഫൈഡ് ദാറ്റ് എൻ്റെ പ്രോഗ്രഷൻ വാസ് ഓൺ ദ റൈറ്റ് ട്രാക്ക്. അല്ല, ചിലർ വിൽ ബി വെരി ഗുഡ് വിത്ത് ടെക്നോളജി ആയിരിക്കും, ചിലർ മോർ ഓഫ് ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും. അവർക്ക് റിസ്ക് എടുക്കുക, ഒരു സ്റ്റെപ്പ് അഹെഡ് ഒന്ന് ചെയ്യുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ ഓരോ പേഴ്സണാലിറ്റി ടൈപ്പിനും ചിലർ വളരെ ക്രിയേറ്റീവ് ആൻഡ് ആർട്ടിസ്റ്റിക് ആയിരിക്കും. നമുക്ക് ഓരോ ട്രേറ്റ്സിനും പറ്റിയ ഫീൽഡ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഐഡന്റിഫൈ യുവർ ബെസ്റ്റ് ഫിറ്റ് കരിയർ. ഇനി അതെങ്ങനെ ചെയ്യാം? അതിനുള്ള ഏറ്റവും സ്റ്റാർട്ടിംഗ് പോയിന്റ് ടൂൾസ്. ഇത് നമ്മൾ എന്താ പറയുക, ഒരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ലുക്കിംഗ് ഇൻ ദ ഡാർക്ക് കൈൻഡ് ഓഫ് സിനാരിയോ അല്ല. നമുക്കിതിന് റൈറ്റ് ടൂൾസ് ഉണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ. അതിനെ ജനറലി ഇൻ ദ കാറ്റഗറി ഓഫ് സൈക്കോമെട്രിക്
ടെസ്റ്റ്സ് എന്നാണ് അറിയപ്പെടുക. ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ കുറച്ച് ഫ്രീ ആൻഡ് ഓൺലൈൻ ആക്സസിബിൾ ടൂൾസ് കാണിക്കാം. പക്ഷേ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് എ സൈക്കോമെട്രിക് കരിയർ അസസ്മെന്റ്? ഇത് അഗൈൻ ലക്ഷ്മി ഇതാണ് നിനക്ക് പറ്റിയ ഫീൽഡ് എന്ന ഒരു സൈക്കോമെട്രിക് ടെസ്റ്റും എനിക്ക് പറഞ്ഞു തരില്ല. ബട്ട് റാദർ ദാൻ ഒരു 50 ഡിഫറെന്റ് കരിയർ ഏരിയസിനെ പറ്റി എനിക്ക് ഐഡിയ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എനിക്ക് പറ്റിയ ബെസ്റ്റ് 10 അല്ലെങ്കിൽ എന്റെ പേഴ്സണാലിറ്റിക്ക് സൂട്ട് ആവുന്ന 10 ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഈ ടെസ്റ്റുകൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പോ എനിക്ക് കുട്ടികൾ സ്കൂളിൽ വരാറുണ്ട്. ജനറലി ഒരു നെറ്റ്ഫ്ലിക്സ് ഷോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ലോയർ ആവണം, അടുത്ത നെറ്റ്ഫ്ലിക്സ് ഷോ കണ്ടു കഴിയുമ്പോൾ ഉടനെ അവർക്ക് പോലീസ് ഓഫീസർ ആവണം. അങ്ങനെ ഇറ്റ്സ് ചേഞ്ചിങ് ബിക്കോസ് ഇറ്റ്സ് എ ഫാസിനേഷൻ, ഇറ്റ്സ് നോട്ട് എ റിയൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൂ ദേ ആർ. ആ ഒരു റിയൽ അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് നമ്മൾ ബേസിക്കലി സൈക്കോമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യുക. ഇത് ഒരു ഏജ് 14 ആൻഡ് അപ്പ് ആർക്കും ചെയ്യാം. ഇത് ഒരു എൻഡ് ഏജ് ലിമിറ്റ് ഇല്ല. ഈവൻ ഇഫ് യു ആർ ഇൻ യുവർ 50s, ഇഫ് യു വാണ്ട് ടു ഐഡന്റിഫൈ ഓക്കെ വേർ യു ഇൻ യുവർ റൈറ്റ് പാത്ത് ഓർ കെൻ യു ചേഞ്ച്, നമുക്ക് സ്റ്റിൽ യൂസ് ചെയ്യാവുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഇതില് ബേസിക്കലി നമുക്ക് എന്താണ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി ടൈപ്പും കരിയർ ക്ലസ്റ്റേഴ്സും ആയിട്ടുള്ള ഒരു അലൈൻമെന്റ്. ഇഫ് യു ആർ എ സോഷ്യൽ പേഴ്സൺ, ഓക്കെ, ദീസ് ഏരിയാസ് മൈറ്റ് സൂട്ട് ഫോർ യു. ഓർ ഇഫ് യു ആർ എ വെരി ഇൻവെസ്റ്റിഗേറ്റീവ് കൈൻഡ് ഓഫ് റിസർച്ച് ഓറിയന്റഡ് പേഴ്സൺ, ഇതാണ് നിങ്ങൾക്ക് പറ്റിയ കുറെ ഓപ്ഷൻസ്. അങ്ങനെയുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ സൈക്കോമെട്രിക് ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യും. ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ്, അഗൈൻ ഫ്രണ്ട്സിന്റെ കൂടെ സെയിം ഫീൽഡ് പഠിക്കുക, അല്ലെങ്കിൽ ഫാമിലിയിൽ സിബ്ലിങ്സ് പഠിച്ചു അതുകൊണ്ട് ഞാനത് പഠിക്കുന്നു, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇതിൽ നിന്ന് കുറച്ചും കൂടി അവരെ അറിഞ്ഞ് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഹെൽപ്പ് കിട്ടും. ഓക്കെ, ഇറ്റ് റെഡ്യൂസസ് കരിയേഴ്സ് ഇൻ ഡിസിഷൻ. 50 കരിയേഴ്സിൽ നിന്ന് ചൂസ് ചെയ്യുന്നതിലും എത്രയോ ബെറ്റർ ആണ് 10 അല്ലെങ്കിൽ 5 കരിയർ ചോയ്സസിൽ നിന്ന് ചൂസ് ചെയ്യാന്നുള്ളത്. അപ്പൊ ആ ഒരു ഇൻഡിസിഷൻ ഫേസിനെ ഓവർകം ചെയ്യാൻ ഈ ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് സെൽഫ് അവയർനെസ്, വിച്ച് ഇസ് ജസ്റ്റ് നത്തിങ് ടു ഡു ജസ്റ്റ് വിത്ത് കരിയേഴ്സ്. കരിയർ ഫീൽഡിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ബട്ട് ആസ് എ പേഴ്സൺ, ഓക്കെ, വർക്ക് എൻവയോൺമെന്റ്, ഇഫ് ഞാനൊരു ഒട്ടും സോഷ്യലി കംഫർട്ടബിൾ അല്ലാത്തൊരു പേഴ്സൺ ആയിരുന്നെങ്കിൽ എന്നെ കൊണ്ടൊരു സോഷ്യൽ സെറ്റിംഗിൽ ഇട്ട് ഐ സ്റ്റിൽ ഡു ഇറ്റ് ഫോർ ദ മണി മേ ബി, പക്ഷേ ഇറ്റ് ഡ്രെയിൻസ് മീ ഔട്ട്. ഐ ഡോണ്ട് എൻജോയ്, ഐ ഡോണ്ട് വേക്ക് അപ്പ് തിങ്കിങ് ഓക്കെ ഐ എം ഗോയിങ് ടു വർക്ക്. നോ, ഐ വിൽ ബി വെരി much under stress and pressure and I'm not enjoying it. So അത് ഒഴിവാക്കാൻ സൈക്കോമെട്രിക് ടെസ്റ്റിന്റെ റിസൾട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അഗൈൻ ഓക്കെ ലക്ഷ്മി ഇവിടെ ഇരിക്കുക, ഞാൻ അസസ് ചെയ്യട്ടെ, ഞാനൊരു ഔട്ട്കം തരാം എന്നല്ല. അതിനകത്ത് ജനറലി എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആൻഡ് യു ഹാവ് ടു ആൻസർ ഇറ്റ് ട്രൂ ടു യുവർ സെൽഫ്. അതിൽ ചോദിക്കുന്നതിന് ഒരുപാട് ചിന്തിച്ച് ഇതായിരിക്കും ബെറ്റർ ആൻസർ എന്ന് കൊടുക്കാതെ ഹൂ യു ആർ അങ്ങനെ റെസ്പോണ്ട് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഓൾമോസ്റ്റ് 96% റൈറ്റ് ആയിരിക്കും. ഓക്കെ, സോ ജസ്റ്റ് ടു ഗിവ് യു ആൻ ഓവർവ്യൂ, നമുക്ക് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് സൈക്കോമെട്രിക് ടെസ്റ്റ് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. ഞാൻ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്ന ഈ 4 ഫ്രീ ആൻഡ് ഈസിലി ആക്സസിബിൾ ആയതുകൊണ്ട് മാത്രം. ഇത് മാത്രം യൂസ് ചെയ്യണം എന്നില്ല. ഞാൻ ഈ പ്രസന്റേഷൻ ഇൻ ദ എൻഡ് ഒരു PDF ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്, അപ്പൊ എല്ലാവർക്കും ഈ സ്ലൈഡ്സിന് ആക്സസ് ഉണ്ടാവും. ഈ 4 എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാല് പേയ്മെന്റ് ഇല്ല, യു ഡോണ്ട് ഹാവ് ടു ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഓൾസോ. നമ്മൾ ജസ്റ്റ് ലിങ്കിൽ പോയാൽ നമുക്ക് ഈ ടെസ്റ്റ് ആക്സസ് ചെയ്യാം. ടെസ്റ്റിന്റെ എൻഡിൽ ഒരു ഓൾമോസ്റ്റ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടും. അത് ജനറലി ഒരാളുടെ ആവശ്യമില്ല അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ, നമുക്ക് മനസ്സിലാവും. നമ്മൾ അത് കാറ്റഗറൈസ് ചെയ്യും. പേഴ്സണാലിറ്റി ടൈപ്പ് ഇതാണ്, അതിനോട് മാച്ച് ചെയ്യുന്ന കരിയർ ക്ലസ്റ്റേഴ്സ് ഇതാണ്, ഈ കരിയറിൽ തന്നെ ഏത് വർക്ക് എൻവയോൺമെന്റിൽ നിങ്ങൾ ത്രൈവ് ചെയ്യും, അങ്ങനെയുള്ള ഒരു കാറ്റഗറി ഈ 4 ടെസ്റ്റുകളും തരും. ഇതിലും കൂടുതലുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ ട്രൈ ഔട്ട് ചെയ്യണമെങ്കിൽ ഫീൽ ഫ്രീ ടു. പിന്നെ ഇതിനൊപ്പം തന്നെ കുറച്ച് പേർക്ക് ബെറ്റർ വർക്ക് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററി റിപ്പോർട്ട് ഉണ്ടാവും, പക്ഷെ എനിക്കതൊരാൾ ഒരു ഹ്യൂമൻ കണക്ഷൻ ത്രൂ സമ്മൺ എക്സ്പ്ലെയിൻസ് ഇറ്റ് ടു മീ, ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബെറ്റർ. അങ്ങനെയുള്ള ഒരുപാട് കമ്പനീസ് ഇപ്പൊ ദുബായിലാണെങ്കിൽ ഒരുപാടുണ്ട്. ഷുവർ ഇന്ത്യയിലും നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അവരെ ജസ്റ്റ് സംസാരിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അവരുടെ ഓഫറിങ്സ് എന്താണ്. ജസ്റ്റ് വൺ സൈറ്റ് ഒരു കമ്പനി ദാറ്റ് ഐ ക്യാൻ സജസ്റ്റ് ഇസ് ലൈഫോളജി. ഇന്ത്യൻ കമ്പനിയാണ്, ബട്ട് വി എക്സ്റ്റെൻസീവ്ലി യൂസ് ഇറ്റ് ഇൻ UAE ഓൾസോ. അവർക്ക് വളരെ AI യൂസ് ചെയ്തുള്ള റിപ്പോർട്ട് ജനറേഷൻ ആണ്, പക്ഷെ അവർക്കൊരു 1-to-1 ഇന്ററാക്ഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്.
ഒരുപാട് കുട്ടികൾക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രൈ ഔട്ട് ചെയ്യാവുന്ന ഓപ്ഷനാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ വേൾഡിൽ ഏത് പാത്തിലാണെങ്കിലും അവിടെ സ്കൂൾസിൽ എന്തെങ്കിലും സ്പെസിഫിക് ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗോ വിത്ത് ദാറ്റ്. ഇതിന് ഇന്ന ടെസ്റ്റ് മാത്രം ബെസ്റ്റ് റിസൾട്ട് തരും എന്നൊരു കാര്യമില്ല. അപ്പോൾ എത്ര ട്രൂ ആയിട്ടാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത് അത്ര കറക്റ്റ് ആയിരിക്കും നിങ്ങളുടെ റിപ്പോർട്ട് അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടി. ഓക്കെ, പക്ഷേ സൈക്കോമെട്രിക് ടെസ്റ്റിംഗ് ഈസ് നോട്ട് ഓൾ ഓഫ് ഇറ്റ്. അത് വെച്ചിട്ട് ഓക്കെ ഞാൻ സൈക്കോമെട്രിക് ടെസ്റ്റ് ചെയ്തു, ഈ 5 കരിയേഴ്സ് ഇതിൽ നിന്ന് ഒരെണ്ണം ഞാൻ പിക്ക് ചെയ്യുന്നു. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ദർ ഇസ് മോർ ടു ഇറ്റ്. ഓക്കെ, വിച്ച് ഈസ് ഓക്കെ, സപ്പോസ് എനിക്കൊരു 5 കരിയർ ഫീൽഡ്സ് കിട്ടി, ലൈക്ക് ലോ, എഞ്ചിനീയറിംഗ്, ഫൈനാൻസ്, വെറ്റിനറി മെഡിസിൻ ആൻഡ് പൈലറ്റ്. ഐ എം ജസ്റ്റ് ഗിവിംഗ് റാൻഡം എക്സാമ്പിൾസ്. ഇപ്പൊ ഈ 5 ഫീൽഡ് കിട്ടി, 5 ഫീൽഡും സീംസ് ഇൻട്രസ്റ്റിംഗ് ടു മീ. പക്ഷെ ഈ 5ഉം വളരെ ഡിഫറെന്റ് ഫീൽഡ്സ് ആണ്. ഞാൻ എങ്ങനെ അറിയും ഇതിൽ ഏത് ഫീൽഡ് വർക്ക്സ് ബെറ്റർ ഫോർ മീ? ഇതിനെല്ലാത്തിനും പറ്റിയ സ്കിൽസ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഓരോന്നിന്റെയും ഡേ ടു ഡേ ലൈഫ് ഡിഫറെന്റ് ആണ്. എക്സ്പെക്ടേഷൻസ് ഫ്രം ദ ജോബ് ഡിഫറെന്റ് ആണ്. ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, മേ ബി ഇറ്റ്സ് ക്ലയൻസ് ഓർ ദ പീപ്പിൾ അറൌണ്ട് മീ ആർ ഡിഫറെന്റ്. അപ്പോൾ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വൺ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇത് ജനറലി സ്കൂൾസിന്റെ പ്രോഗ്രാമിന്റെ പാർട്ടാണ്. അല്ല ഇപ്പോ നിങ്ങൾ സ്കൂളിൽ ഇല്ല, അല്ലെങ്കിൽ യു ആർ നോട്ട് ഇൻ എ സ്കൂൾ ടു ഡു ദിസ്, യു കൻ ഓൾവേസ് ഡു ദിസ് ഇൻഡിവിജ്വലി. ഓക്കെ, ഫസ്റ്റ് തിങ് ഈസ് എനി സോർട്ട് ഓഫ് എക്സ്പോഷർ ടു ദ വേൾഡ് ഓഫ് വർക്ക്. ഇന്റേൺഷിപ്സ്, ജോബ് ഷാഡോയിങ്, ഈ 2 ടേംസ് ആണ് UAE കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. വർക്ക് എക്സ്പീരിയൻസ് നമുക്ക് എന്ത് പേരിലും ഇതിനെ വിളിക്കാം. ലൈക്ക് യു ആർ ഷാഡോയിങ് സമ്മൺ ഇൻ ദാറ്റ് പ്രൊഫഷൻ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബെറ്റർ. സോ ഒരു ഫൈനാൻസ്, ലൈക്ക് a person who works in finance, അങ്ങനെ ഒരാളെ ഷാഡോ ചെയ്യുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഹിസ് ഡേ ഫ്രം മോർണിംഗ് ടു ഈവനിങ് ലുക്സ് ലൈക്ക്. ക്ലയൻസിനോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ഹാൻഡിൽ ചെയ്യുന്നു, വിത്തിൻ ഓർഗനൈസേഷൻ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുന്നു. ഓൾ ദിസ് വിൽ ഗിവ് യു an idea, do I enjoy this? Okay, the other important aspect is career talks. ഇത് ഞാൻ എല്ലാം എൻ്റെ സ്കൂളിനെ റെഫർ ബാക്ക് ചെയ്യുന്നത് കാര്യം നമ്മളിത് നടത്തുന്നത് കൊണ്ടാണ്. കരിയർ ടോക്സ് നമുക്ക് സ്കൂളിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ഇൻഡിവിജ്വലി, വിച്ച് ഈസ് ടോക്കിംഗ് ടു പീപ്പിൾ ഇൻ ദാറ്റ് പ്രൊഫഷൻ. ഇപ്പോൾ റീസെന്റ് എവറി ഇയർ നടത്തും. റീസെന്റ് ഞങ്ങൾ നടത്തിയ ഒരു കരിയർ ടോക്കിൽ ഒരു സ്പെസിഫിക് കുട്ടിയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദ ലാസ്റ്റ് 3 years ആ കുട്ടി വാണ്ട് ടു ബിക്കം എ പൈലറ്റ്. അതിന് നോ ചേഞ്ച്, അതിനെ പറ്റിയ സബ്ജക്ട്സ് എടുക്കുന്നു, വായിക്കുന്നു, എല്ലാം അറിയുന്നു, ബീങ് എ പൈലറ്റ്. അപ്പോൾ നമ്മൾ എയർ അറേബ്യയുടെ പൈലറ്റ്സിനെ കൊണ്ടുവന്നു നമുക്ക് സ്കൂളിൽ ആസ് to give a talk. അപ്പോൾ while they were explaining, ഒരു പൈലറ്റിന്റെ I mean from that specific person's experience, COVID hit them very badly. Okay, let's hope വേൾഡ് കോവിഡ് പോലെ ഒന്നിൽ കൂടി വീണ്ടും പോവില്ല എന്ന്. പക്ഷേ കോവിഡ് പോലെയുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്തത് പൈലറ്റ് എന്നുള്ള പ്രൊഫഷനെയാണ്. പിന്നെ he misses out a lot of important family functions because എപ്പോഴും നിങ്ങൾക്ക് ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് എ നോർമൽ ജോബ് യു ക്യാൻ കോൾ സിക്ക് ഓർ യു ക്യാൻ സേ യുവർ ഓഫ് just to attend a family function. You have to be committed to that. So maybe it's your child's birthday or your family function, but you have to fly. So they miss out on that. The third one is his colleague has been flying for I think 22 years or so. പക്ഷേ ഒരു വളരെ വളരെ minute problem with his ear, he had to stop flying. So ഈ ഫാക്ടേഴ്സ് ഒന്നും നമുക്ക് ചിലപ്പോൾ വായിച്ചാൽ അല്ലെങ്കിൽ ജനറൽ ഒരു റീഡിങ്ങിൽ നിന്ന് കിട്ടണം എന്നില്ല. യു ഗെറ്റ് ദീസ് ഇൻസൈറ്റ്സ് ത്രൂ സ്പീക്കിംഗ് ടു പീപ്പിൾ. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഇതൊന്നും ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ടു മീ ഓൾ ദിസ്, ഐ കെൻ സ്റ്റിൽ ഗോ ഹെഡ് വിത്ത് മൈ ഇൻട്രസ്റ്റ് ഓഫ് ബീങ് എ പൈലറ്റ്. പക്ഷെ ചിലർക്ക് ഇറ്റ് മാറ്റേഴ്സ്. സോ ഇറ്റ്സ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ദാറ്റ് കോൺവെർസേഷൻ ഗോയിങ് ഓൺ. ഓൺലൈനായിട്ട് സംസാരിക്കാം, പോയി വിസിറ്റ് ചെയ്യാം, ഫാമിലിയിൽ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാം. കീപ് എൻ ഓപ്പൺ മൈൻഡ് സെറ്റ്. ലൈക്ക് ഇല്ല എനിക്ക് ആരുടെയും ഒപ്പീനിയൻ അറിയണ്ട, ദിസ് ഇസ് വാട്ട് ഐ ഹവ് ഡിസൈഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു മൈറ്റ് ബി റൈറ്റ് ബട്ട് യു ക്യാൻ ബി റോങ് ആസ് വെൽ. ഓക്കെ, നെക്സ്റ്റ് ഇസ് വോളണ്ടിയറിംഗ്, സിമിലർ ടു ജോബ് ഷാഡോയിങ്, പക്ഷേ യു ആർ സ്പെൻഡിങ് യുവർ ടൈം വെൻ യു ഗെറ്റ് ഇറ്റ്. സോ ഇവിടെ ഇപ്പോൾ വെറ്റിനറി ഡോക്ടർ ആവാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് കുട്ടികൾ വന്നിരുന്നു. അപ്പൊ നമ്മൾ വി സെൻഡ് ദം ടു എ വെറ്റ് ക്ലിനിക്. അതിൽ ഒരുപാട് പേര് എൻജോയ് ചെയ്തു. ചില കുട്ടികൾ കെയിം ബാക്ക് ആൻഡ് സെഡ് ഐ ഹവ് ഓൺലി സീൻ എ ഗുഡ് പെറ്റ് അറ്റ് ഹോം. ഞാനൊരു വൂണ്ടഡ് അല്ലെങ്കിൽ ഒരു നോട്ട് സോ വെൽ ബിഹേവിങ്
ആനിമലിനെ ഐ കാണ്ട് കൺസിഡർ ഇറ്റ് ആസ് എ പെറ്റ്, ലൈക്ക് സോ ദേ ലുക്ക് അറ്റ് ഇറ്റ് ഡിഫറെന്റ്ലി. അങ്ങനെ ഒരു ഔട്ട്ലുക്ക് ഉള്ള ആൾക്ക് വെറ്റിനറി ഡോക്ടർ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. Their approach to animals is different than just them being a pet. അപ്പോൾ അത് volunteering in any area of your interest can help. പിന്നെ engaging in any online courses or learning beyond school curriculum. Again, ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഫിസിക്സ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടി ഒന്ന് പറയാണ്, I want to study astronomy at university. അപ്പോൾ okay, cool. Why? Because it sounds very fancy to say I'm studying astronomy. Adana the major interest of studying astronomy. If no clue beyond school physics what that field is all about. Appo nammal avare online courses ne refer cheedu, avare one rendu course padichu manasila it's beyond what I can handle. Of course some of them will still stick to it, പക്ഷേ at least a understanding undavanam. I have to scale up. ഞാൻ സ്കൂൾ ഫിസിക്സ് ഇഷ്ടമാണ് അല്ലെ സ്കൂൾ എക്കണോമിക്സ് ഇഷ്ടമാണ് പറഞ്ഞിട്ട് അത് യൂണിവേഴ്സിറ്റി ലെവലിൽ പഠിച്ചാൽ എപ്പോഴും ഇറ്റ് മേ നോട്ട് വർക്ക് ഇൻ യുവർ ഫീൽഡ്. The last thing is keep reflecting, like okay, what did these experience teach me? ഇതിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു? Okay, I had a big cluster, I am narrowing it down. So generally through psychometric tests and through these experiences you will be able to land at least in a career that is closer to your interest. Not everyone starts at a very high level, പക്ഷേ you can start in a very good shape. Okay. നമ്മളിപ്പോ കുറച്ച് ടൂൾസിനെ പറ്റി പറഞ്ഞു, പക്ഷേ ഇറ്റ്സ് ദ വേൾഡ് ഓഫ് ടെക്നോളജി. വി ആർ ലിവിങ് വിത്ത് ടെക്നോളജി ഹെൽപ്പിംഗ് അസ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ചാറ്റ് GPT യൂസ് ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അഗൈൻ ഈ സ്ലൈഡ് നിങ്ങൾക്ക് ആക്സസ് ഉണ്ട്, അപ്പോൾ ഇതിന്റെ കോപ്പി ചെയ്തെടുക്കാം. Generative AI platformsനെ can replace a human counselor to some extent, not the emotional side. പക്ഷേ conversation side-ന് you can use these platforms to replace. ഇപ്പൊ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് നിങ്ങളൊന്ന് ചാറ്റ് GPTയിൽ ഇട്ട് അത് കുറച്ചൊരു 10-12 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. അതിന് ട്രൂത്ത്ഫുൾ ആയിട്ട് റെസ്പോണ്ട് ചെയ്ത് നോക്കൂ. ഇഫ് യു ആർ ഇൻ എ കരിയർ, മോസ്റ്റ്ലി അത് ഹാപ്പിലി എൻജോയ് ചെയ്യുന്ന ഒരു കരിയർ ആണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് പോപ്പിംഗ് അപ്പ്. ഇറ്റ് വർക്ക് ഫോർ മീ. അപ്പോൾ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇഫ് നമുക്കൊരു പേഴ്സണൽ കൗൺസിലർ അവൈലബിൾ അല്ല, അല്ലെ സ്കൂൾ റിസോഴ്സസ് ആർ നോട്ട് ഇനഫ്, ദെൻ ഈ ജനറേറ്റീവ് AI പ്ലാറ്റ്ഫോംസ് ഓഫ് ചാറ്റ് GPT, പെർപ്ലെക്സിറ്റി, ക്ലോഡ് അല്ലെങ്കിൽ കോളേജ് ജീനി ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് വഴി ഇക്വലന്റ് ടു സൈക്കോമെട്രിക് ടെസ്റ്റിംഗ് ആൻഡ് ഐഡന്റിഫൈയിങ് മേ ബി ഏത് കോളേജാണ് ഈ കോഴ്സിനുള്ളത്, അതിലെ ഫീസ് സ്ട്രക്ചർ എന്താണ്, അവിടെ കയറാനുള്ള ക്രൈറ്റീരിയ എന്താണ്, ഇങ്ങനെയെല്ലാം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ലേണിംഗ് ഔട്ട്സൈഡ് ഓഫ് സ്കൂൾ കരിക്കുലമിന് വേരിയസ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുള്ളൂ. There are Simply Learn and Future Learn. There are many more than this. ഏതെങ്കിലും ഒരു all these are like legit ones. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. തേർഡ്, കരിയർ സിമുലേഷൻ പ്ലാറ്റ്ഫോം. അഗൈൻ നമ്മൾ ഇന്റേൺഷിപ്സ് ആൻഡ് ജോബ് ഷാഡോയിങ്ങിനെ പറ്റി പറഞ്ഞു. അപ്പൊ അതിന് ആക്സസ് ഇല്ല വെച്ചോളൂ, ഒരു കമ്പനികളൊന്നും തരുന്നില്ല ഒരു ചാൻസ്, അല്ലെങ്കിൽ എനിക്ക് ആരെയും അറിയില്ല എന്നുണ്ടെങ്കിൽ ദീസ് ആർ ഓൺലൈൻ ജോബ് സിമുലേഷൻ പ്ലാറ്റ്ഫോംസ്. പാത്ത്ഫുൾ ഒരു ജോബ് സിമുലേഷൻ പ്ലാറ്റ്ഫോം ആണ്. ഫോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ബിഗർ കമ്പനീസ്, മേ ബി ജനറൽ ഇലക്ട്രിക് ഓർ JP Morgan അങ്ങനെയുള്ള ബിഗർ കമ്പനീസ് അവരുടെ ഒരു മൊഡ്യൂൾ ഓഫ് വർക്ക് ഹൈസ്കൂൾ സ്റ്റുഡൻസ് തൊട്ട് ഉള്ളവർക്ക് ആക്സസിബിൾ ആക്കി കൊടുക്കും, ഈവൻ ഫോർ യൂണിവേഴ്സിറ്റി ആൾക്കാർക്ക്. അപ്പോൾ യു ഗെറ്റ് എ ഫ്ലെയർ ഓഫ് ഓക്കെ എന്താണ് എക്സ്പെക്ടേഷൻ, നിങ്ങൾ ആ ജോലിയിൽ എത്തുമ്പോൾ എക്സ്പെക്ടേഷനെ പറ്റി ഒരു ഐഡിയ കിട്ടും. സൂണിവേഴ്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഇപ്പോൾ റിസർച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിഫറെന്റ് റിസർച്ചസ് നടക്കുന്നുണ്ട് പല യൂണിവേഴ്സിറ്റികളിലും. അതിന്റെ ഒരു പാർട്ട് അവര് പബ്ലിഷ് ചെയ്യും, ലൈക്ക് സീക്കിംഗ് ഇൻപുട്സ്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ പാർട്ട് ആവാം. ഇതൊക്കെ നോട്ട് ജസ്റ്റ് ടു ഐഡന്റിഫൈ യുവർ മേജർ, അത് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസും കൂടിയാണ്. ഇൻ ഫ്യൂച്ചർ ഓൾ ദീസ് സ്കിൽസ് ആർ ഗോയിങ് ടു ഹെൽപ്പ് യു. ഇതാണ് ഹൗ വി ആർ ഗോയിങ് ടു യൂസ് ടെക്നോളജി ഇൻ ഇറ്റ്. മൈൻഡ്ഫുൾ ഓഫ് ടൈം ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നു. ബിഫോർ വി ടോക്ക് അബൌട്ട് എന്താണ് എമർജിംഗ് കരിയേഴ്സ് അല്ലെങ്കിൽ വാട്ട് ആർ ദ കരിയേഴ്സ് ഓഫ് ഫ്യൂച്ചർ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് വേൾഡ് എക്കണോമിക്കിന്റെ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട്. ഇത് ആക്സസിബിൾ ആണ്, ഗൂഗിളിൽ ആർക്കും വായിച്ചു നോക്കാം. അതിലെ ഒരു കുറച്ച് ഹൈലൈറ്റ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും വറീഡാണ് ഈ AI ഗോയിങ് ടു ടേക്ക് ഓവർ ദ ഫ്യൂച്ചർ. പക്ഷേ നമുക്ക് കാണാം എത്ര മില്യൺ ജോബ്സ് ആണ് പ്രൊജക്റ്റഡ് ഫോർ ദ നെക്സ്റ്റ് 5 years.
2030 ആവുമ്പോഴേക്കും the whole world, okay, AI and technology and all those are going to replace a few, but a lot more is coming. So the world is looking brighter, the future is still the same. അങ്ങനെ ഞാൻ എന്തിനാ പഠിക്കുന്നത്, AI will take over ഇല്ല. നമ്മൾ ഇനി നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ കാണും ഏതൊക്കെ ഫീൽഡിലാണ് ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്നതെന്ന്, പക്ഷെ ഇറ്റ്സ് സ്റ്റിൽ ദയർ. ഓക്കെ, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2% കൊടുത്തിട്ടുണ്ട്. ഒന്ന്, 45% ഓഫ് സ്റ്റുഡൻസ് ഇൻ ദാറ്റ് ഏജ് കാറ്റഗറി ഓഫ് ഹൈ സ്കൂൾ ടു കോളേജ് 17 to 23 they feel unprepared for the world of work. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ because they have not identified the right skills needed. Okay. Also, 63% of employers see that skill gap being a problem with transformation. So, future is all about skills rather than qualifications. നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കണം, മാർക്ക് വേണം, അതൊന്നും ഒരു പോയിന്റ് പോലും അതിന്റെ ഇമ്പോർട്ടൻസ് കുറയുന്നില്ല. പക്ഷേ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് പേപ്പർ വെച്ച് കിട്ടുന്ന ജോലികളുടെ അളവ് ഫ്യൂച്ചറിൽ കുറയാൻ പോവാണ്. അതിനോടൊപ്പം can you add some skills to it? ആ ഒരു കോമ്പിനേഷൻ ആണ് എംപ്ലോയേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. ഏതൊക്കെ സ്കിൽസ് ആണ് എന്ന് വേൾഡ് എക്കണോമിക് ഫോറം തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടിലുണ്ട്. and I'll tell you how we can develop that also. Okay, ഇനി നെക്സ്റ്റ് ഏതൊക്കെയാണ് 2025 എമേർജിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ 2025 and ബിയോണ്ട് എമേർജിംഗ് ആയിട്ടുള്ള കരിയേഴ്സ് ലിസ്റ്റഡ് ഓൺ ദ സ്ക്രീൻ. പക്ഷേ ഈ ലെഫ്റ്റിൽ കാണുന്ന ഇമേജിലേക്ക് ഞാൻ ഒന്ന് നിങ്ങളുടെ അറ്റൻഷൻ വിളിക്കുകയാണ്. കാര്യം ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇപ്പോ ഒരു മിഡ് കരിയർ റേഞ്ചിലുള്ള പലരുടെയും കരിയർ പാത്ത് വാസ് എ ലാഡർ, ലൈക്ക് 10th +2 കോളേജ്, യു സ്റ്റാർട്ടഡ് ഓഫ് ഇൻ എ ലെവൽ ഓഫ് യുവർ ജോബ്, പിന്നെ യു വർക്ക്ഡ് യുവർ വേ അപ്പ്, ലൈക്ക് ഇൻ ദ സെയിം ഫീൽഡ് യു ഹവ് അഡ്വാൻസ്ഡ്. പക്ഷേ കറന്റ്ലി ജോബ് മാർക്കറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഇനി വർക്ക് ഫോഴ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന ജനറേഷന് ഇറ്റ്സ് ഗോയിങ് ടു ഹാവ് എ സ്ക്വിഗ്ലി കരിയർ. അതൊരു ടേം തന്നെയാണ് സ്ക്വിഗ്ലി കരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ലേൺ, യു ഹാവ് ടു അൺലേൺ ആൻഡ് റീലേൺ. നമ്മൾ ഇറ്റ്സ് നോട്ട് എ സ്ട്രേറ്റ് ഓർ എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് അറ്റ് ഓൾ. നമുക്ക് പല രീതിയിൽ നമ്മുടെ സ്കിൽസ് വെച്ച് പല ഫീൽഡ് മാറി, they say the next generation is going to change their job 12 times in their lifetime. നമ്മൾ പലരും തുടങ്ങിയ ജോലിയിൽ എൻഡ് ചെയ്ത ആൾക്കാരുണ്ട്, അല്ലെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ സിമിലർ അല്ലെ വെരി ക്ലോസ് ബൈ ചേഞ്ചസ് ചെയ്തവരുണ്ട്. പക്ഷെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ട്രാക്സ് എക്സ്പെക്ട് ചെയ്യാം ഇൻ ഫ്യൂച്ചർ. ഓക്കെ, സോ ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ് സ്ക്വിഗ്ലി ലൈൻസ്. ദാറ്റ്സ് ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ. ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ 6 ഫീൽഡ്സ് മാത്രമല്ല ഇസ് ഫ്യൂച്ചർ. പക്ഷെ ഈ 6 ഫീൽഡിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആർ കമ്മിങ് അപ്പ് ബിക്കോസ് വേൾഡ് ഇസ് ഹെഡിങ് ടുവേർഡ്സ് ദാറ്റ് ഡയറക്ഷൻ. നമുക്കറിയാം AI ആൻഡ് മെഷീൻ ലേണിംഗ്, അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു തുടങ്ങി ആ ഫീൽഡിലുള്ള ചേഞ്ചസ്. സെയിം വിത്ത് ഗ്രീൻ എനർജി ആൻഡ് സസ്റ്റൈനബിലിറ്റി. സസ്റ്റൈനബിലിറ്റി കോൺഫറൻസുകൾ നടക്കുന്നു. സസ്റ്റൈനബിലിറ്റി ഇസ് എ ടേം ദാറ്റ് ഇസ് വെരി കോമൺലി യൂസ്ഡ് ഇൻ മോസ്റ്റ് ഓഫ് ദ കോൺവെർസേഷൻസ് ദീസ് ഡേയ്സ്. അപ്പോൾ അത് ഒരു വളരെ സാധ്യതകളുള്ള ഒരു ഫീൽഡാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് കോണ്ടന്റ് ക്രിയേഷൻ, അഗൈൻ നമുക്കറിയാം, ഒരു 10 കൊല്ലം മുമ്പ് യൂട്യൂബ് ഒരിക്കലും ഒരു പ്രൊഫഷനായ ആൾക്കാർ കണ്ടിരുന്നില്ല. ഒക്കെ ഇൻട്രസ്റ്റ് കൊണ്ട്, പാഷൻ കൊണ്ട് കോണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ജനറൽ കരിയർ അല്ലെങ്കിൽ ഒരു ജോബിൽ ഇരിക്കുന്നവരെക്കാൾ ഹയർ സാലറി അല്ലെങ്കിൽ ബെറ്റർ പേയിൽ യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ ഇടയ്ക്ക്. ഓക്കെ, ദിസ് ഇസ് നോട്ട് ജസ്റ്റ് യൂട്യൂബ്. പ്രോപ്പർ കോണ്ടന്റ് ക്രിയേഷൻ ഇറ്റ് ക്യാൻ ബി ഇൻ എനി ഫീൽഡ്, സ്പോർട്സ് അല്ലെങ്കിൽ ടെക് അല്ലെങ്കിൽ ബയോസയൻസസ്, എനി ഫീൽഡ്. ഹെൽത്ത് കെയർ ടെക്നോളജി ആൻഡ് ടെലിമെഡിസിൻ, നമുക്ക് അറിയാം റോബോട്ടിക് സർജറി ഇസ് നോട്ട് എ ന്യൂ ടേം ദീസ് ഡേയ്സ്. പക്ഷേ എങ്ങനെ ടെക്നോളജിക്ക് ഹെൽത്ത് കെയർ ഫീൽഡിൽ ഇമ്പാക്ട്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഇസ് എ ഫ്യൂച്ചർ. Again, robotics and automation linked to the first point, and cyber security. Okay, ChatGPT വളരെ നൈസാണ്, ഒരുപാട് സാധ്യതകളുണ്ട്. എന്താ പറയാ, നമുക്ക് ചോദിക്കുന്നതിന് ഉത്തരം കിട്ടുന്നു. സ്കൂളിലൊക്കെ നമ്മൾ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള മെഷേഴ്സ് എടുത്തു തുടങ്ങി. കാര്യം ആ ലെവലിൽ കുട്ടികൾ അത് ഉപയോഗിച്ചു തുടങ്ങി തോന്നുന്നു. അതിനൊപ്പം വരുന്ന ഒരു പ്രോബ്ലം ആണ് സൈബർ സെക്യൂരിറ്റി. ലൈക്ക് എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആവണം എന്നില്ല. ലൈക്ക് ഇൻ ChatGPT വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നവര്, അല്ലെങ്കിൽ വളരെ സേഫ് ആക്കി വെക്കേണ്ട കാര്യങ്ങൾ പലതും ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഇറ്റ്സ് എ ത്രെറ്റ് ടു ദാറ്റ് സെക്യൂരിറ്റി. അപ്പോൾ ആ സൈബർ സെക്യൂരിറ്റി ഫീൽഡ് ഇതൊരു വളരെ മിനിമൽ സ്കെയിലാണ് ഞാൻ പറഞ്ഞത്. ഓൺ എ ഗ്ലോബൽ സ്കെയിൽ
cyber security is going to be a field where we need to focus a lot. അപ്പോൾ ആ ഫീൽഡിലും ഒരുപാട് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അഗൈൻ നമ്മളിപ്പോ കാണുന്ന പല ജോബ്സും 10 years മുമ്പ് എക്സിസ്റ്റ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് സെയിം ഫോർ ദ നെക്സ്റ്റ് 10 years a lot of jobs are going to come up. പക്ഷെ അതിന് നമുക്ക് വേണ്ടത് being adaptable and focus on skills. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ആ സ്കിൽസ്? അത് ഞാൻ അഗൈൻ വേൾഡ് എക്കണോമിക് ഫോറമിന്റെ ഒരു അനാലിസിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ടു ഷോ യു ഹൗ മച്ച് എംപ്ലോയേഴ്സ് തിങ്ക് ഓഫ് ഈച്ച് ഓഫ് ദീസ് സ്കിൽസ്. ഓക്കെ, ഇതിൽ ആദ്യം വന്നിരിക്കുന്ന മേജർ കുറച്ച് എണ്ണം ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അനലിറ്റിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ബേസിക്കലി ഈ 7 സ്കിൽസ് കൊണ്ടല്ല വേൾഡ് ഇസ് ഗോയിങ് ടു ഗോ ഫോർവേഡ്. പക്ഷേ ഈ സ്കിൽസ് ആർ ഗോയിങ് ടു ബി ദ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ സ്കിൽസ്. ഓക്കെ, എനിക്കൊരു എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷേ ഇഫ് ഐ ഡോണ്ട് ഹാവ് മേ ബി എ ഗുഡ് അനാലിറ്റിക്കൽ തിങ്കിങ് ഓർ എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ സ്കിൽ, എനിക്ക് ജോലി സ്റ്റിൽ ചെയ്യാൻ പറ്റും, പക്ഷെ എനിക്ക് അഡ്വാൻസ്മെന്റ് ഇസ് ഗോയിങ് ടു ബി ടഫ്. ഓക്കെ, അതാണ് ഈ സ്കിൽസിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഈ സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് ഒരു എക്സോസ്റ്റീവ് ലിസ്റ്റ് അല്ല. സം ഐഡിയാസ് ലൈക്ക് ഇപ്പൊ ഞാൻ പറയാണ് ഡെവലപ്പ് യുവർ അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ ആണ് കുറച്ച് ഐഡിയാസ് ഇവിടെ കൊടുത്തത്. ഇപ്പൊ ഈ മോഡൽ യുണൈറ്റഡ് നേഷൻസ് വളരെ പോപ്പുലർ ആയിട്ടുള്ള സ്കൂളുകളുണ്ട്. എല്ലായിടത്തും അതൊരു ഓപ്ഷൻ ആവണമെന്നില്ല. പക്ഷേ ഡിബേറ്റ് ക്ലബ്സ് ഉണ്ടാവാം. എന്താണ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് വെയർ യു ഗെറ്റ് ടു തിങ്ക് അനലിറ്റിക്കൽ. അത് വിത്തിൻ സ്കൂൾ ആവാം, ത്രൂ എക്സ്റ്റേണൽ ഓർഗനൈസേഷൻസ് ആവാം, ഇൻഡിവിജ്വൽ പ്രോജക്ട്സ് ആവാം. നമുക്ക് ഡിഫറെന്റ് വേസ് ഉണ്ട്. ഇപ്പൊ ഞാൻ 1-2 സ്കിൽസിന് ഡിജിറ്റൽ ഹൗ ടെക്നോളജി ക്യാൻ ഹെൽപ്പ് എന്നുള്ളതിന് 1-2 ആപ്പ് സജഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതും അഗൈൻ എക്സോസ്റ്റീവ് ലിസ്റ്റ് അല്ല. ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. സ്റ്റാർട്ട് എക്സ്പ്ലോറിംഗ് വിത്ത് ദീസ് പ്ലാറ്റ്ഫോംസ്. ഇവിടെ നിന്ന് നമുക്ക് ബിൽഡ് ഓൺ ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഐഡന്റിഫൈ ചെയ്തു നമുക്ക് പറ്റിയ കരിയർ ഫീൽഡ് ഏതാണെന്ന്, അതിന് പറ്റിയ സ്കിൽസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. നൗ ഡെവലപ്പ് ദോസ് സ്കിൽസ് സോ യുവർ ഫ്യൂച്ചർ ഇസ് ഗോയിങ് ടു ലുക്ക് ബ്രൈറ്റ്. ഈ combining academic qualifications with skills is the future. Okay, so while you're focusing on grades, marks, qualifications, yes, do you have the right skills also? If yes, we are fine. If not, we have to build on skills. ഇത് early കരിയറിലുള്ളവർക്ക് മാത്രം ഉള്ള ഒരു ഓപ്ഷൻ ആയിട്ടല്ല ഞാൻ പറയുന്നത്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ സ്വിച്ച്, നിങ്ങൾ ഓൾറെഡി ഒരു കരിയർ ഫീൽഡിലാണ്, ഒരു സ്വിച്ച് വേണം എന്നുണ്ടെങ്കിലും ഈ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ എലിഫന്റ് ഇൻ ദ റൂം. ഇത് ഞാൻ സംസാരിക്കുമ്പോൾ പല പേരൻസും എന്നോട് ചോദിക്കുന്നതാണ്, ഓക്കെ എൻ്റെ കുട്ടിക്ക് ഇന്ന ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ വാട്ട് ഇഫ് AI ടേക്സ് ഓവർ ഓൾ ദ ജോബ്സ് ഇൻ ഫ്യൂച്ചർ? അപ്പോൾ വി കാൺട്ട് ഇഗ്നോർ ദ ഫാക്ട് ദാറ്റ് AI ഇസ് ദെയർ. AI ഉണ്ട്. അത് AI സ്റ്റാർട്ട് ചെയ്തത് ഇന്നോ ഇന്നലെയോ 5 വർഷം മുന്നേ ഒന്നുമല്ല. ഒരു എന്താ പറയാ, ഒരു കാൽക്കുലേറ്റർ വാസ് എൻ AI അറ്റ് ദാറ്റ് ടൈം. സോ AI വാസ് ദെയർ, ബട്ട് നമ്മൾ അത് ഒബ്സർവ് ചെയ്തിരുന്നില്ല. ഇപ്പോൾ അതിന്റെ ഇമ്പാക്ട് കൂടുന്നതോടുകൂടിയാണ് നമ്മൾ വറി ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, AI ഇസ് ഗോയിങ് ടു ടേക്ക് ഓവർ. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി സർട്ടൺ ഫീൽഡ്സിനെ AIയുടെ ആ ഒരു ഗ്രോത്ത് ഇമ്പാക്ട് ചെയ്യും. ലൈക്ക് വെരി റെപ്പിറ്റേറ്റീവ് ടാസ്ക് ഓഫ് ഡേറ്റ എൻട്രി അല്ലെങ്കിൽ ക്ലറിക്കൽ കൈൻഡ് ഓഫ് ജോബ്സിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യില്ല. ബട്ട് AI ക്യാൻ റീപ്ലേസ് ദോസ് ജോബ്സ് ഈസിലി ബിക്കോസ് അവിടെ ഹ്യൂമൻ ഇന്ററാക്ഷൻ വളരെ കുറച്ച് മതി. അങ്ങനെ ഒരു ആളിരുന്ന് ചെയ്യണം എന്നുള്ള റിക്വയർമെന്റ് വളരെ കുറവാണ്. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് അഗൈൻ നോട്ട് ദ കംപ്ലീറ്റ് ഫീൽഡ്. പക്ഷേ ഇപ്പൊ ഡ്രൈവർലെസ് കാർസ് അല്ലെങ്കിൽ ഹ്യൂമൻലെസ് പാർക്കിംഗ് സിസ്റ്റം, അങ്ങനെ ഒരുപാട് ടെക്നോളജി ടേക്ക് ഓവർ ചെയ്ത ഏരിയകൾ ഓൾറെഡി ഉണ്ട്. ഇറ്റ്സ് ഓൺലി ഗോയിങ് ടു ഇൻക്രീസ്. പിന്നെ മാനുഫാക്ചറിങ് ആൻഡ് പ്രൊഡക്ഷനിൽ on the manufacturing lane certain things ഇപ്പൊ ആൾക്കാർ ചെയ്യുന്നത് ഓർഡറിങ്, പാക്കേജിങ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഫീൽഡ്സിന് ഡെഫിനറ്റ്ലി AI will have an impact. പക്ഷെ സർട്ടൺ ഫീൽഡ്സിന് AI ആൻഡ് ഹ്യൂമൻ ഇന്ററാക്ഷൻ ഇസ് ഗോയിങ് ടു വർക്ക് ടുഗദർ. അത് ബേസിക്കലി ആ ഒരു ഇമോഷണൽ കണക്ട് വേണ്ട ഫീൽഡ്സ് ഉണ്ട്. ഇപ്പം ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ഫീൽഡ് അല്ലെങ്കിൽ എനി ക്രിയേറ്റീവ് ഫീൽഡ്. അത് AI
cannot replace it completely അല്ലെങ്കിൽ very quickly. In the very, very longer picture, maybe yes. പക്ഷേ ഇപ്പോൾ at the moment or in the next 50 years, it's looking still hopeful. AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി ഐഡിയ ഇല്ലാത്തവർ ആണ് മിസ് ഔട്ട് ആകാൻ പോകുന്നത്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് ഇസ് ദെയർ ആൻഡ് വർക്ക് അലോങ് വിത്ത് ഇറ്റ്. ഓക്കെ. പിന്നെ AI കൊണ്ട് നമ്മൾ കണ്ടു എത്ര ജോബ്സ് ആണ് പുതിയതായിട്ട് ഉണ്ടാകാൻ പോകുന്നതെന്ന്. അങ്ങനെയുള്ള കുറച്ച് ഫീൽഡ്സ് നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്ന് തന്നെ പിക്ക് ചെയ്തതാണ്. റോബോട്ടിക്സ്, സൈബർ സെക്യൂരിറ്റി, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, മെഷീൻ ലേണിംഗ്, മോർ ഓഫ് ദി ടെക് ഫീൽഡ്സ്, മോർ ജോബ്സ് ആർ ഗോയിങ് ടു ക്രിയേറ്റ് ഇൻ ദിസ് ഫീൽഡ്. ഇതാണ് ജനറലി impact of AI on careers in the future generation. Okay, we're almost there. So ഇത്രയും നമ്മൾ സംസാരിച്ചു. അതിനെ ഒരു നട്ട്ഷെല്ലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, how can you find your right career? First is understanding your personality, follow your interest and strengths. അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ you have taken the first step. You can find a path that suits you or you are naturally wired for. Okay, പിന്നെ staying adaptable is the key. You have to upskill always on the go. അല്ലാതെ ഞാൻ എൻ്റെ ഡിഗ്രി പഠനം കഴിഞ്ഞു, ഇനി ഞാൻ ഒന്നും പഠിക്കില്ല, ഇനി ജോലി കയറിയിരുന്ന് അവിടെയുള്ള പ്രോഗ്രഷനാണ് എന്ന് ചിന്തിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. അത് വർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. യു നീഡ് ടു സ്റ്റേ അഡാപ്റ്റബിൾ. നമ്മുടെ സ്ക്വിഗ്ലി കരിയറിന് നമ്മൾ പ്രിപ്പയർഡ് ആവണം. തേർഡ് ഇസ് ഡെവലപ്പിംഗ് ദ ഗ്രോത്ത് മൈൻഡ് സെറ്റ് and building future-proof skills, the skills that we have seen before. If you have them, AI generally cannot replace. Not just AI, you are still going to be there in that career future. Appo adine focus cheya. Growth mindset is similar to lifelong learning. Like പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് എന്ത് ഫീൽഡ്. നമ്മൾ പണ്ട് പറയും, ഡോക്ടർമാർക്ക് മാത്രം ജീവിതകാലം മുഴുവൻ പഠിക്കണം എന്നല്ല. ഇപ്പൊ എല്ലാവരും ആ ഒരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. വി ആർ ലിവിങ് ഇൻ ദ വേൾഡ് ഓഫ് ടെക്നോളജി. സോ എനിക്ക് ആക്സസ് ഇല്ല, അല്ലെങ്കിൽ എനിക്കിനി ഒരു കോളേജിൽ സ്കൂളിൽ പോയി പഠിക്കാൻ ടൈമില്ല, അല്ലെങ്കിൽ റിസോഴ്സ് ഇല്ല. വൈ? നോ വൺ നീഡ്സ് എ സ്കൂൾ ദീസ് ഡേയ്സ് ടു ലേൺ. നമ്മുടെ ഫിംഗർ ടിപ്പിൽ നമുക്ക് ആക്സസ് ഇല്ലാത്ത കാര്യങ്ങളില്ല. സോ മേക്ക് യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് വേരിയസ് ഓൺലൈൻ റിസോഴ്സസ്. കീപ് സ്കില്ലിങ് യുവർ സെൽഫ്. ഓക്കെ, that's it from me. Thank you for listening. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫുൾ പ്രസന്റേഷൻ ഒരു PDF ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിലുള്ള ലിങ്ക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പിന്റെ പേരുകൾ റെഫർ ബാക്ക് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻസിന് ഓപ്പൺ ആക്കാം. കുട്ടികളാണെങ്കിലും പാരൻസ് ആണെങ്കിലും അധ്യാപകരാണെങ്കിലും ആരാക്കാണെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇതില് പറഞ്ഞിട്ടുള്ള പല പല ടൂൾസും പലരും ഇത് ഫീൽഡിലുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ അറിയുമായിരിക്കുമെങ്കിലും ഇത് കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല. പാരൻസ് ആയിട്ട് എന്നെ പോലുള്ള പാരൻസ് എന്നുള്ള തൊപ്പിട്ടിട്ടുള്ള ആളാണെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ആണെങ്കിൽ കൂടി ഒക്കെ അഡാപ്റ്റ് ചെയ്യേണ്ട പല പല കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അപ്പോ അതിനെക്കുറിച്ചും ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഈ ഇതിലെ ചോദ്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ ഞാനതൊന്ന് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ടൂൾസ് ഇവിടെ തന്നിരുന്നല്ലോ, ഈ എങ്ങനെയാണ് ഒരാള് ഒരു ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് ടൂൾസ്. ഇപ്പോ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള കരിയർ ടെസ്റ്റ് ഫോർ ഫ്രീ, യുവർ ഫ്രീ കരിയർ ടെസ്റ്റ്.com എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്തെടുക്കാൻ കുട്ടികൾക്ക് ആരുടെയെങ്കിലും സഹായത്തോടു കൂടി വേണമോ,
ഏകദേശം ഏത് ലെവലിലുള്ള ആൾക്കാർ ചെയ്താലായിരിക്കും കൂടുതൽ എഫക്റ്റീവ് ആവുക. കാരണം ഇപ്പൊ ഒരു സ്കൂൾ സ്റ്റുഡന്റ് 10ാം ക്ലാസ് ചെയ്തിട്ടുള്ള ആള് എടുക്കുന്ന രീതിയിലാവില്ലല്ലോ ഒരു കോളേജ്, അതല്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ്. ആർക്കായിരിക്കും അത് കൂടുതൽ എഫക്റ്റീവ്? ഓക്കെ, ഇത് ഐഡിയലി നമ്മളൊരു 14 വയസ്സ് തൊട്ട് ഉള്ള ആർക്കും എടുക്കാം. ഇതിൽ ചില പ്ലാറ്റ്ഫോംസിൽ നമ്മൾ നമ്മുടെ ഏജ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് ആവും. പിന്നെ സൈക്കോമെട്രിക് ടെസ്റ്റ് ഒരിക്കലും സബ്ജക്ട് നോളജ് ടെസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് അല്ല, ഇത് നിങ്ങളെ അറിയാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എനിക്ക് എന്താ പറയാണ്, ഫ്രണ്ട്സിന്റെ കൂടെ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം, അല്ല എന്റെ പ്രോജക്റ്റ് എനിക്ക് ഇൻഡിവിജ്വലി ചെയ്യാനാണ് ഇഷ്ടം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുക. പിന്നെ ജനറലി കുട്ടികൾക്കാണെങ്കിലും ആരുടെയും സഹായം ആവശ്യമില്ല. ചില ടെസ്റ്റുകളിൽ ഏജ് കൊടുത്തിട്ടുണ്ട്, അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ചൂസ് ചെയ്യാം, അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് ആവും. സൈക്കോമെട്രിക് ടെസ്റ്റ് ബേസിക്കലി വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷെ അതിന് ടൈം എടുത്ത് ആലോചിച്ച് ചെയ്യരുത്. നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്ന ആൻസർ ആയിരിക്കണം അതിൽ റെക്കോർഡ് ചെയ്യുക. കാര്യം അതാണ് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പൊ ഒരുവിധം ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ശരിക്കും. പക്ഷെ നീഡ് എന്ന് പറയുന്നത് ഒരു എൻട്രി ലെവലിലുള്ള ആളായ കാരണം കൊണ്ട് അവർ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ സിഗ്നിഫിക്കൻസ് വരിക എന്നുള്ളതായിരിക്കും. അതെ അതെ. പിന്നെ എവറി 18 monthsൽ ഇത് ചേഞ്ച് ആവാം, ലൈക്ക് കുട്ടികൾക്ക് എസ്പെഷ്യലി. കാര്യം അവരുടെ എക്സ്പീരിയൻസുകൾ ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ കാര്യങ്ങൾ കേൾക്കുന്നു, പുതിയത് പഠിക്കുന്നു. അപ്പോ ഒരു 18 months കൊണ്ട് റെസ്പോൺസിന് ചേഞ്ച് വരാം, സ്ലൈറ്റ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാം. പക്ഷെ ജനറലി ആ ഒരു ഏജ് ഗ്രൂപ്പ് ഒരു 14 to 18 എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ക്ലിയർ സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടും. ഓക്കെ, ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ, ഇല്ലെങ്കിൽ ഇതേപോലെ ഞാൻ ഇവിടുന്ന് ചോദ്യങ്ങൾ തുടരും. രണ്ടാമത്തെ വേണുട്ടെ ചോദിച്ചോളൂ. നമസ്കാരം. നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് വീഡിയോ ഓൺ ചെയ്യാത്തത്. ഇപ്പോ മാഡം കവർ ചെയ്തോന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഇടയ്ക്ക് പറഞ്ഞിരുന്നു നമ്മൾ ആരാണ്, അല്ലെ നമ്മുടെ ടേസ്റ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത്. ചിലപ്പോ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സയന്റിഫിക് ഫീൽഡിൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അയാള് സയന്റിഫിക് ഫീൽഡിൽ പോയി, പക്ഷെ ആ ഫീൽഡിൽ എത്തിപ്പെട്ടതിന് ശേഷമായിരിക്കും അയാൾ ഒരുപക്ഷെ തിരിച്ചറിയുക അയാൾക്ക് പറ്റിയ ഫീൽഡ് അല്ല, ഒരുപക്ഷെ ഓഫീസ് പൊളിറ്റിക്സോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് കോപ്പീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയണമെന്നില്ല. അപ്പൊ അതിനെ എങ്ങനെയാണ് മാഡം നോക്കിക്കാണുന്നത്? ഓക്കെ, ഇപ്പൊ ഒരു ഫീൽഡിലെത്തി ആ ഫീൽഡിനോട് താല്പര്യം ഇല്ലെന്നാണോ ഉദ്ദേശിച്ചത്, അതോ ആ ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്യാം പക്ഷെ വർക്ക് എൻവയോൺമെന്റ് സൂട്ടബിൾ അല്ല എന്നാണോ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിച്ചത്? അതെ അതെ, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ പല ഏത് ഫീൽഡും ആവാം. അതെ അതെ. ഇപ്പൊ ഉദാഹരണം ചോദിക്കാൻ കാര്യം, ഇപ്പോ ടീച്ചിങ്ങിന് കഴിവില്ലാത്തവര് ടീച്ചിങ് ഫീൽഡിൽ ഇന്നുണ്ട്. അതുപോലെ നല്ല വക്കീലല്ലാത്തവര് വക്കീലന്മാരായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നല്ല ഡോക്ടേഴ്സ് അല്ല, ഇത് ഏത് ഫീൽഡിൽ ആപ്ലിക്കബിൾ ആണ്. സയന്റിഫിക് ടെമ്പർ ഇല്ലാത്തവർ സയന്റിഫിക് ഫീൽഡിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു ജോലി എന്നുള്ള രീതിയിൽ അവരിത് കൊണ്ടുപോകുന്നത്, റാദർ ദാൻ എ പാഷൻ. അപ്പൊ അതിന് എങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിനെ എങ്ങനെ നമുക്ക് പാകപ്പെടുത്താം എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. ഓക്കെ, ജനറലി ഒരു ഫീൽഡില് തന്നെ ഇപ്പം ടീച്ചിങ് എന്ന് പറഞ്ഞ ഫീൽഡിൽ തന്നെ പല ജോബ് റോൾസ് ഉണ്ടാവും. ആ ഏതെങ്കിലും ഇപ്പൊ ഒരു ഫീൽഡിൽ നിന്നിട്ട് ആ ഫീൽഡിൽ തന്നെ ചെയ്യുന്ന കറക്റ്റ് ജോബ് റോൾ അല്ല സൂട്ടബിൾ, ഒരു ഡിഫറെന്റ് ജോബ് റോൾ ആണ് വർക്ക് ആവുക എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ട്രാൻസിഷൻ നോക്കാവുന്നതാണ്. പക്ഷെ ഇപ്പോ യാതൊരു താല്പര്യവും ഇല്ലാത്ത ഒരു ഫീൽഡിലാണ് കറന്റ്ലി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഫീൽഡിൽ നിന്ന് മിനിമൽ ഡിസ്റപ്ഷനോടുകൂടി നമുക്ക് കറന്റ്ലി ഉള്ള സ്കിൽസ് വെച്ച് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ, താല്പര്യമില്ലാത്തവരല്ലെങ്കിൽ പൈസയ്ക്ക് അല്ലെങ്കിൽ ആ പേരിന് വേണ്ടി ഡോക്ടർ ആകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഡോക്ടറായിട്ടിരിക്കുന്ന ഒരാള് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാൻ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല, പക്ഷെ മൈൻഡ് ഫുള്ള് ബിസിനസ് ആണ്. അങ്ങനെയുള്ള ഒരുപാട് പേര് എനിക്കറിയാം. അവർക്ക് പലരുടെയും പ്രഷർ കൊണ്ട് അവർ ഡോക്ടറായി, പക്ഷെ അതിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെയുള്ളവർക്ക് ഓക്കെ, സപ്പോസ് എൻ്റെ മൈൻഡ് ഇസ് ഓൾ അബൌട്ട് ബിസിനസ്, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഞാനൊരു മോർ ഓഫ് ആർഗ്യൂയിങ്
കൺവെൻഷണൽ കൈൻഡ് ഓഫ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം. ലൈക്ക് മെഡിക്കൽ ലോയേഴ്സ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഫീൽഡ്സിലേക്ക് മാറാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഫീൽഡിലേക്ക് മാറാം. ഒരു ഡോക്ടറായി എന്ന് പറഞ്ഞ് നമ്മൾ ആ ഫീൽഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നില്ല. സോ ഐഡന്റിഫൈയിങ് എ ട്രാൻസ്ഫറബിൾ സ്കിൽ ഇസ് ദ കീ. അതാണ് എന്റെ സജഷൻ. അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് ട്രാൻസിഷൻ സ്മൂത്തർ ആണ്. ഓക്കെ മാഡം, താങ്ക് യു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റെപ്പ് വൈസ് കരിയർ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് മാറി കഴിഞ്ഞ കാരണം കൊണ്ട് ഇപ്പൊ വേണുവേട്ടൻ ചോദിച്ച ചോദ്യത്തിൽ നിന്നുള്ള ഒരു ട്രാൻസിഷൻ ഇനി വരുന്ന കാലങ്ങളിൽ കുറച്ചും കൂടി എളുപ്പമാവുന്നു തോന്നുന്നു. ആ സ്വിഗിൾ ഫേസ് നേരത്തെ പറഞ്ഞ ലേൺ അൺലേൺ പുതിയ അതിനെ വേണ്ടിയിട്ടുള്ള കോഴ്സി പോലെയുള്ള കുറെ ഓപ്ഷൻസും കാര്യങ്ങളും ഉള്ള കാര്യങ്ങളിലൊക്കെ ഫിംഗർ ടിപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും കൂടി തോന്നുന്നു. അതും കൂടി ചേർത്ത് വായിക്കാൻ തോന്നുന്നു. അതുപോലെ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, ഹാൻഡ് റൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു കാര്യം കൂടി നേരത്തെ പറഞ്ഞുവല്ലോ, കരിയർ റെഡിനെസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ഈ കരിയർ റെഡിനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളും കണ്ടു. അത് എടുത്ത് നോക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു മുഖവരയോട് കൂടി ചോദിക്കട്ടെ, എന്താണ് അതൊന്നും കൂടി വിശദീകരിക്കാമോ? ഒന്ന് ടൈമുണ്ട്. അത് പ്രത്യേകിച്ച് അത് ഒരു എൻട്രി ലെവലിലുള്ള ആൾക്ക് അവരെ റെഡി ആക്കുന്നതാണോ അതല്ല? കാരണം ചോദിക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ജോബ് കിട്ടാൻ ഭയങ്കര സ്ട്രഗിൾ ആവുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളം അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള അവർക്ക് ഇന്റേൺഷിപ്പുകളായിട്ടോ അങ്ങനെയുള്ള ഒരു സങ്കല്പം വളരെ കുറവ്. അതും ഇതും കൂടി ചേർത്ത് വായിക്കാമോ? കരിയർ ഈ സ്ലൈഡ് ആണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അതെ, നേരത്തെ കാണിച്ചു തന്നെ. യുവർ കരിയർ ടെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഒരു കരിയർ റെഡിനെസ് എന്നെന്തോ പറഞ്ഞിട്ടൊരു സ്ലൈഡും കൂടി കാണിച്ചു. പാത്ത്ഫുൾ എന്നുള്ള അത് കരിയർ സിമുലേഷൻ പ്ലാറ്റ്ഫോംസ് ആണ്. അപ്പോ ശരിയാണ്, ഐ മീൻ വേൾഡിന്റെ പല സ്ഥലത്തും ആ ഒരു എൻട്രി ലെവൽ ജോബിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള സ്ട്രഗിള് സ്റ്റിൽ ഉണ്ട്. അത് പലയിടത്തും ഉണ്ട്. ജനറലി അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്റേൺഷിപ്പ് എന്നുള്ള സാധ്യത നമുക്ക് എല്ലായിടത്തും ഒരുപോലെ കിട്ടണം എന്നില്ല. അപ്പോ വാട്ട് ക്യാൻ യു ഡു ഓൺ യുവർ ഓൺ? നമുക്ക് സ്വന്തമായിട്ട്, ഇപ്പൊ എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു ഫീൽഡ് ഉണ്ട്, പക്ഷെ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ ത്രൂ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒരു പരിധി വരെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് സംതിങ് ലൈക്ക് റൈറ്റ് അബൌട്ട് ഇറ്റ്. ആ ഇൻട്രസ്റ്റ് ഷോ ചെയ്യുക. ഇപ്പോ ഇത് ഞാൻ വളരെ UAE മാർക്കറ്റ് ബേസ്ഡ് ആണ് കോൺവെർസേഷൻ. കാര്യം അതാണ് എൻ്റെ ഒരു ഡേ ടു ഡേ ഇന്ററാക്ഷൻ വരുന്നത്. അപ്പോ ഷോ എംപ്ലോയേഴ്സ് വാട്ട് സ്കിൽസ് യു ഹാവ്. ഓക്കെ, എന്താണ് എന്നെ ഹയർ ചെയ്താൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ്? അത് യു ഡോണ്ട് നീഡ് ടു ട്രെയിൻ മീ ഫ്രം ദ ബിഗിനിങ്. ഐ എം കമ്മിങ് വിത്ത് വാട്ട് യു നീഡ്. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഷോ ചെയ്യാൻ പറ്റിയാൽ അത് അക്കാഡമിക് നോളജ് അല്ല. ഓഫ് കോഴ്സ് ജോബിൽ കയറി ട്രെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഡിഫറെന്റ് ആണ്. പക്ഷെ എന്നെ നിങ്ങൾക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഓപ്പൺനെസ് കാണിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് മച്ച് മോർ സ്മൂത്ത്. അപ്പൊ ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ വഴി ആ സ്കിൽസ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഒരുപാട് എംപ്ലോയേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്തതിൽ നിന്നുള്ള ഒരു ഇൻപുട്സ് വെച്ച് കഴിഞ്ഞാൽ വി ഡോണ്ട് നീഡ് എ പീസ് ഓഫ് പേപ്പർ. അത് ഓക്കെ, ഇപ്പൊ ഒരു മെഡിസിൻ ഡിഗ്രി കിട്ടാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പലയിടത്തും വേൾഡിന്റെ പല സ്ഥലത്തും വെറുതെ വരെ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ കിട്ടുന്ന ഒരു കാലമാണ്. പക്ഷേ ഡു യു ഹാവ് ദ റൈറ്റ് സ്കിൽ? അതാണ് അവർ നോക്കുന്നത്. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റണം. ഒരിക്കൽ കൂടി ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാം, ഇല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ എന്നുള്ള പോലെ ചോദിക്കട്ടെ. നമ്മള് ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രിയുടെ മാർക്ക് ഇതിലായിരിക്കും ഇന്നത്തെ ഒരുവിധം പാരന്റ്സിന്റെ എല്ലാം കോൺസെൻട്രേഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കൂടെ നേരത്തെ ഇപ്പൊ ലക്ഷ്മി നേരത്തെ പറഞ്ഞു, മാർക്ക് എന്നുള്ളത് അടുത്തൊരു കോഴ്സിന് കിട്ടാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. അതല്ലെങ്കിൽ അതിനോട് ചേർന്ന് വെച്ച് വേണ്ട ഉപാംശങ്ങൾ എന്ന് പറയട്ടെ, കൂടെ കഴിക്കേണ്ട കുറെ കാര്യങ്ങളായിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റീസ്,
ഇതിന്റെ നേരത്തെ കുറിച്ചൊന്ന് വിശദിച്ചു, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടി ഒന്ന് വായിക്കാമോ? അതിന്റെ ആ ഒരു ടെഡ് ടോക്കോ അങ്ങനെയുള്ള കോഴ്സുകളോ അല്ലെങ്കിൽ ഇത് കൂടെ എല്ലാം ചേരേണ്ടതിന്റെ പ്രാധാന്യം. കാരണം അതിൽ വെറും ഈ എന്താ പറയാ പുസ്തക പുഴുക്കൾ എന്നുള്ളതൊന്ന് മാറിയിട്ട് എന്താണ് ഇതിന്റെ പ്രാധാന്യം ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കും. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂവേഷൻ പോലെ തന്നെ ഒരു പീസ് ഓഫ് പേപ്പർ ഡിഗ്രി അതിൽ 80% അല്ലെ 90% എന്ന് കാണിക്കുന്ന പലർക്കും ആ 90% വെറുതെ പരീക്ഷയ്ക്ക് പഠിച്ചു കിട്ടിയ ഒരു മാർക്കായിരിക്കും. അത് അവരെ ഒരു വേൾഡ് ഓഫ് വർക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നില്ല. അത് പണ്ട് അത് നോക്കിയാണ് ആൾക്കാരെ ജോലിക്ക് കയറിയിരുന്നതും ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കറന്റ് ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ട്, ക്വാളിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ക്വാളിഫിക്കേഷൻ ഇസ് ജസ്റ്റ് എ പാർട്ട്. നിങ്ങൾ എന്ത് സ്കില്ലാണ് ഈ ഓർഗനൈസേഷന് കൊണ്ടുവരുന്നത്, അത് നിങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്തു, അതിന് എന്തൊക്കെ എക്സ്പീരിയൻസസ് നിങ്ങൾക്കുണ്ട്. ഇപ്പോ ജോബ് നമ്മളൊരു സൈഡിൽ വെച്ചിട്ട് ഇപ്പോ സ്റ്റഡിയിങ് അബ്രോഡ് എന്നുള്ളൊരു ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളൊക്കെ പഠിച്ച സമയത്ത് കോളേജ് അഡ്മിഷൻ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ +2 മാർക്ക് അത് വെച്ചിട്ട് ഓക്കെ ഇതാണ് നിങ്ങൾക്കുള്ള കോളേജ് സീറ്റ്. പക്ഷെ ഇന്ന് പ്രത്യേകിച്ച് ഫോറിൻ പല കോമ്പറ്റേറ്റീവ് യൂണിവേഴ്സിറ്റികളിലും അപ്ലൈ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരു ഇങ്ങനെ എന്താ പറയാ ഒരു കോമഡി പോലെ ആൾക്കാർ പറഞ്ഞു നടക്കുന്നുണ്ട്. പണ്ട് നമ്മൾ കോളേജിൽ പോയിരുന്നത് ക്യാൻസർ റിസർച്ച് ചെയ്യാനാണെങ്കിൽ ഇന്ന് ക്യാൻസർ റിസർച്ച് ചെയ്തിട്ടാണ് ആൾക്കാർ കോളേജിൽ പോകുന്നത്. ആ ലെവലിൽ കോമ്പറ്റീഷൻ വളർന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു വേൾഡിൽ എന്ത് നിങ്ങൾ ചെയ്തു, ഓക്കെ നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്, ബട്ട് വാട്ട് മോർ, അതിനു വേണ്ടിയാണ് വേരിയസ് വേസ് ഉണ്ട്. ഈ സ്കിൽസ് ഏതൊക്കെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാമോ ആ സ്കിൽസിൽ ഫോക്കസ് ചെയ്യുക. അത് എനിക്ക് അനലിറ്റിക്കൽ തിങ്കിങ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അത് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. ആ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ട രീതികളാണ് കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തത്. ഈ ആക്ഷൻസ് വഴി നമ്മൾ എങ്ങനെ ഫോക്കസ് ചെയ്യില്ല സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ. പക്ഷേ വെൻ വി സേ വി ഹാവ് ബീൻ പാർട്ട് ഓഫ് ദിസ്, ഇറ്റ് ഷോസ് ദാറ്റ് യു ഹാവ് ദ സ്കിൽ. ഇത്രയും നല്ലൊരു റിസോഴ്സ് കയ്യിലുണ്ട്. ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇടാം. ഈ കുട്ടികളെ കുറിച്ചിട്ടാണെങ്കിലോ ഇനി അതല്ലെങ്കിൽ ഞാൻ അടുത്ത് ചോദിക്കാൻ പോകുന്ന എക്സിസ്റ്റിംഗ് പ്രൊഫഷണൽസിനെ കുറിച്ചിട്ടാണ്. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹാൻഡ് റൈസ് വരുന്നവരെ എൻ്റെ ഒരു അടുത്തൊരു ഫോക്കസ് എന്ന് പറയുന്നത് ഇപ്പൊ എക്സിസ്റ്റിംഗ് പ്രൊഫഷണൽസ് ആണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ലേണിംഗ്, അൺലേണിംഗ്, റീലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് പാത്ത് ഇല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇതില് നമുക്ക് പുതിയ പുതിയ അവന്യൂസ് കണ്ടുപിടിക്കുന്നതും അതല്ലെങ്കിൽ ഞാൻ അതിന് ഫിറ്റ് ആണെന്ന് കണ്ടുപിടിക്കുന്നതിനും അതല്ലെങ്കിൽ ഇപ്പൊ ഇതിന് വലിയ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പാർട്ട്ഫുൾ പോലെയുള്ള വല്ല ടൂൾസും അങ്ങനെ വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്ന് വെച്ചാല് ജോബ് ചേഞ്ചിനുള്ള അതോ ഫീൽഡ് ചേഞ്ച്? അതെ, ഇപ്പോ ഒരാൾക്ക് നമുക്ക് മനസ്സിലാവും. ഞാനിപ്പോ ജസ്റ്റ് ഒരു ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30 വർഷം മുമ്പ് ഒരാള് ടൈപ്പ് റൈറ്റിംഗും ഷോർട്ട് ഹാൻഡും പഠിച്ച് നേരെ ബോംബെക്ക് പോകാന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു പ്രാക്ടീസ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള ആൾ ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് അപ്സ്കില്ലിങ് ചെയ്തിട്ടുണ്ടാവണം. അന്ന് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടറിൽ കയറിയിട്ടുണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഇന്ന് അതിനുള്ള അപ്സ്കില്ലിങ്ങോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു അൺലേണിംഗ് ആൻഡ് റീലേണിങ്ങിനുള്ള ഓപ്ഷൻസ് എന്താണെന്ന് സൂചിപ്പിക്കാൻ പറ്റുമോ? ഓക്കെ, ജനറലി ഒരു മിഡ് പ്രൊഫഷണൽ ലെവൽ അല്ലെങ്കിൽ സംവെയർ ഇൻ ടു യുവർ പ്രൊഫഷണൽ അപ്സ്കിൽ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡ്ഇൻ ലേണിംഗ്. അപ്പോൾ അത് വളരെ എഫക്റ്റീവ് ആണ്. അത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. ഹൈസ്കൂളിലുള്ള ഒരു കുട്ടി ലിങ്ക്ഡ്ഇൻ ലേണിംഗ് വഴി ചെയ്യുന്നതും ഒരു മിഡ് പ്രൊഫഷൻ നിൽക്കുന്ന ഒരാൾ യൂസ് ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ലിങ്ക്ഡ്ഇൻ ലേണിംഗ് വഴി ഉള്ള കണക്ഷൻസ് അല്ലെങ്കിൽ ത്രൂ നെറ്റ്വർക്കിംഗ് ആണ് ജനറലി ആ ഒരു സ്വിച്ചിന് പോസിബിൾ ആയിട്ടുള്ളത്. പാത്ത്ഫുൾ അല്ലെങ്കിൽ ഫോറേജ് പോലുള്ള പ്ലാറ്റ്ഫോംസ് മിഡ് കരിയർ ആൾക്കാർക്കും സൂട്ടബിൾ ആണ്. കാര്യം അതിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ സിമുലേഷൻസും ഒരു കംപ്ലീറ്റ്ലി ഫ്രഷറിന് പറ്റണം എന്നില്ല. സപ്പോസ് ഒരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ദേ നോ എ ഫ്യൂ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, അല്ലെ അവർക്കൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് അതിൽ വരുന്നുണ്ട്. പക്ഷെ ലേണിംഗ് അല്ലെ അപ്സ്കില്ലിംഗ് എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവില്
ഞാൻ എടുത്തു പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ലിങ്ക്ഡ്ഇൻ ലേണിംഗ് ആയിരിക്കും. ഓക്കെ, ചോദ്യങ്ങൾ ധാരാളം ഉണ്ട്, എങ്കിലും നമുക്ക് ഇതൊന്ന് വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്കാം. കാണുന്നില്ല അത്. എന്തായാലും എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഈ കൺവെൻഷണൽ ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്ന കോഴ്സ് എടുത്താൽ ഇന്ന സബ്ജക്റ്റിൽ ഇന്ന രീതിയിൽ പോകാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതൊക്കെയാണ്, അതിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ആൾക്കാർ ഇന്നത് കിട്ടി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ക്യാപ്സ്യൂൾസ് അല്ല നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഒരു വളരെ ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നു. അതുകൂടാണ്ട് ഇന്നിവിടെ പറഞ്ഞില്ലെങ്കിൽ പല പല കാര്യങ്ങളും നമുക്ക് ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റിനും മിഡ് ലേണിംഗ് സ്റ്റുഡന്റിനും അല്ലെങ്കിൽ പ്രൊഫഷണൽസിനും എല്ലാവർക്കും ഒരേപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള പല പല കാര്യങ്ങളാണെന്ന് ആ ഫീൽഡിലുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതേപോലെ ചേഞ്ചസ് നമ്മുടെ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നുള്ള തരത്തിലും, അതായത് ഒരു കോഴ്സിൽ ചേർന്ന് ആ രീതിയിൽ തന്നെ നമ്മൾ ജോബ് എടുത്ത് അതിൽ നിന്ന് റിട്ടയർ ആവുക എന്നുള്ള കൺസെപ്റ്റ് മാറിക്കഴിഞ്ഞ് സ്റ്റെപ്പ് വൈസ് മാറിയിട്ട് ഒരു സ്വിഗ്ലി ടൈപ്പ് പ്രൊഫഷനിലൊക്കെ നമ്മൾ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സും കൂടി തയ്യാറെടുക്കണം എന്നുള്ളൊരു സൂചന കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലേ നമുക്കിവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ തന്നെ ഞങ്ങളുടെ പ്രൊഫഷൻസിലും പലതും നോക്കിക്കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആക്കാൻ പോകുന്ന, ഫോർ എക്സാമ്പിൾ പലതും കാണുന്നത് ഏകദേശം 30% 40% എംപ്ലോയീസിനെ ഇപ്പൊ തന്നെ പല ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കോഡിങ് മേഖലയിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് വന്നിട്ടുണ്ട്. അതാണ് അപ്പൊ അവര് ആ കോഡിങ് അല്ലാണ്ട് ചെയ്തിട്ട് അവരുടെ AI സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടാവും തോന്നുന്നു. എന്ന് പറഞ്ഞ പോലെ പല പല കാര്യങ്ങളും ഇപ്പോ നടന്നു വന്നിരിക്കുന്നത് അതിന് എങ്ങനെ ഹെൽപ്ഫുൾ ആവാം എന്നുള്ള പല പല ടൂൾസും നമ്മൾ ഇവിടെ കണ്ടു. എന്ന് കൂടാണ്ട് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് അയ്യോ ഞാൻ ഇവിടെ ഒരു സ്ഥലത്താണ്, എനിക്ക് അവിടെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ഇല്ല എന്നൊക്കെ പറയുന്ന സ്ഥിരം കഴിവുകളിൽ നിന്ന് യു ഡോണ്ട് ഹാവ് ആൻ എക്സ്ക്യൂസ്, യു ഷുഡ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇന്ന് എത്തിപ്പെട്ടിട്ടുണ്ട്. യു ഡോണ്ട് ഹാവ് എനി എക്സ്ക്യൂസ് ബട്ട് ടു സ്റ്റഡി. കാരണം എല്ലാ ടൂൾസും മൊബൈലായിട്ടും ഇന്ത്യ പോലുള്ള ഒരു സ്ഥലത്ത് ഇത്രയും ഈസി ആൻഡ് ചീപ്പായിട്ടുള്ള ആക്സസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇനി നമുക്ക് ജസ്റ്റ് യു നീഡ് ടു ഡു ഇറ്റ് അത്രയല്ല പറയുന്നത്. അങ്ങനെയുള്ള പല പല ടൂൾസും നമുക്ക് ഇന്ന് കിട്ടിക്കഴിഞ്ഞു. ഇത് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാണെന്ന് മനസ്സിലാക്കാം. ഇതിലേക്ക് പറഞ്ഞു തരാൻ സാധാരണ രീതിയിൽ ഒരാളും തയ്യാറാവില്ല എന്ന് കൂടി സൂചിപ്പിക്കട്ടെ. ഇതെല്ലാം ഹാർഡ് കോർ കൗൺസിലിംഗ് വഴി അല്ലെങ്കിൽ അതെല്ലാം ഒരു പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി മാത്രമാണ് സാധാരണ നമുക്കത് കിട്ടാറുള്ളത്. അപ്പോ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്മിക്ക് നമ്മുടെ TVSRCയുടെ പേരിലും അതേപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഞങ്ങളുടെ സന്തോഷം രേഖപ്പെടുത്തട്ടെ. ഇനിയും ഇതുപോലെ ഇപ്പൊ നമ്മളിപ്പോ രണ്ട് കാര്യമാണ് കണ്ടത്. ഒന്ന് നമ്മുടെ പഠിക്കുന്ന രീതി, രണ്ടാമത്തത് ഇപ്പോ ജോബ് സ്കിൽസ് എങ്ങനെയാണ് പഠിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവാം ഒരു കരിയർ ഗ്രോത്ത് എന്നുള്ള രീതിയിൽ. അത് നമുക്ക് അറിയാത്ത പോലെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പാത്ത്ഫുൾ എന്നുള്ളത് ഇതൊക്കെ പുതിയ അറിവാണ്. ഇങ്ങനെയുള്ളത് ഉണ്ട്, ഈ രീതിയിൽ ചിന്തിക്കണം എന്നുള്ള കാര്യങ്ങൾ അതേപോലെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ TVSRC പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ വന്ന് ഇനിയും ഞങ്ങൾക്ക് ഇതേപോലെയുള്ള കാര്യങ്ങൾ പകർന്നു തരണം എന്നുകൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നു. അപ്പോ ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ ഞങ്ങളുടെ സന്തോഷം രേഖപ്പെടുത്തുന്നു. മനോജ് ചേട്ടാ, അപ്പൊ നമുക്ക് ഇന്നത്തെ വേറെ ആർക്കെങ്കിലും ഒന്നും ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം അല്ലേ? ആയിക്കോട്ടെ. അപ്പോ എല്ലാവരുടെ പേരിലും ഒരിക്കൽ കൂടി ഈ സെഷൻ ഇതോടുകൂടി അവസാനിച്ചിരിക്കും. നമസ്കാരം. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ.